നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. വിലക്കുറവ് ജനമറിഞ്ഞത് MGM മാളിലൂടെ. MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. മംഗലം തിരുത്തുമ്മൽ ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഡിസംബർ 1 ഞായറാഴ്ച 10 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. MLA KT ജലീൽ അധ്യക്ഷത വഹിക്കും. മംഗലം പഞ്ചായത്തിലെ തിരുത്തുമ്മൽ പ്രദേശം, അതായത് 4-ാം വാർഡിലാണ് ഈ സംഗതി ഇവിടെ നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഫിഷറീസ് എംബാക്ക്മെൻറ്റ് പദ്ധതി പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 15 ലക്ഷം രൂപയാണ് ഇതിന് സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. ഇത് ഫെബ്രുവരി 23-ാം തീയതി KT ജലീൽ MLA മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. അതിപ്പോൾ ഏകദേശം 8 മാസത്തോളമായി. ഈ വരുന്ന 1-ാം തീയതി, ഡിസംബർ 1-ാം തീയതി ഇതിൻ്റെ വിളവെടുപ്പ് നടത്താൻ പോവുകയാണ്. വിളവെടുപ്പ് നടത്തുന്നത് നമ്മുടെ മന്ത്രിയായുള്ള അബ്ദുറഹ്മാൻ മന്ത്രിയാണ്, മിനിസ്റ്ററാണ് ഇത് ഉദ്ഘാടനം ചെയ്യണത്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ജലീൽ, ഇവിടുത്തെ സ്ഥലം MLA, അന്ന് മീൻ നിക്ഷേപിച്ച MLA ജലീലാണ് അധ്യക്ഷത വഹിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ മീനെ എല്ലാം പിടിച്ച് അന്ന് തന്നെ ആവശ്യക്കാർക്കൊക്കെ വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ മീൻ പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് വിതരണം ചെയ്യും. അന്ന് വരുന്ന ഈ മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർക്കൊക്കെ മീൻ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൽ ഞങ്ങളിപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത് 30,000 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് അന്ന് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 1 കിലോൻ്റെ ഏകദേശം വലുപ്പമായിരിക്കണം. ഇപ്പോൾ വെള്ളം നല്ല ഉപ്പുള്ള വെള്ളമാണ്. ഇത് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളമല്ല. ഇത് കടലിലെ വേലിയിറക്കത്തിനനുസരിച്ചിട്ട് വെള്ളം കയറി ഇറങ്ങും. ഞങ്ങൾ അതിന് കാര്യം തീറ്റൊന്നും കൊടുക്കാണ്ട, മെയിനായിട്ട് ഈ പ്രകൃതിയാലുള്ള ഭക്ഷണം തിന്നിട്ട് വളർന്നിട്ടുള്ള ഒരു കരിമീനാണ് ഇപ്പോൾ ഇതിലുള്ളത്. 7 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഈ കൃഷിപ്പടം നടക്കുന്നത്. ഇത് ഞങ്ങളിപ്പോൾ 45 ആൾ കൂടിയിട്ടുള്ളൊരു പദ്ധതിയാണിത്. 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന്, ഒരു കുടുംബത്തും, അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എന്ന രീതിയിലാണിപ്പോൾ ഈ പദ്ധതി ഇവിടെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയൊക്കെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ തുടങ്ങിയത്. ആ പ്രസിഡൻറ്റിനെ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ ഈ മേഖലയിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. ആ പദ്ധതി തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു കൂട്ടായ്മ കൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഇരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നല്ലൊരു ബന്ധത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരൊത്തൊരുമയിൽ കൂടിയിട്ട് ഞങ്ങൾ 45 ആൾക്കാർ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ടായിട്ട് കൊണ്ടുപോകുന്നത്. 1-ാം തീയതി രാവിലെ 10 മണിക്കാണ് നമ്മൾ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. അത് ആ ടൈമിനാണ് നടക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ആ ടൈമും കണ്ടിട്ടുള്ളത്. പിന്നെ മന്ത്രിമാരുടെ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ടൈമിനാണ് നടക്കും. കൂടുതൽ നേരമായി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ടൈമിന് തന്നെ നടക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം ഞങ്ങൾ ഒരു 4000 കിലോൻ്റെ അടുത്ത് മീൻ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് 30,000 കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുള്ളത് കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിൽ ബാക്കി വരുന്ന ഒരു 20,000 കൂട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 4000 കിലോനോട് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ നിഗമനം. അതിൽ കൂടാൻ നിലയേണ്ട കുറയില്ല എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ഇത്രയും ദീർഘിച്ചിറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേരിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ വലട്ട് കെട്ടി ഒരു കഷ്ണങ്ങളാക്കി അതിന് കോരി പിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ മീൻ കൊടുക്കേണ്ട രീതിയിൽ ഞങ്ങൾ പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതേമാതിരി തന്നെ ഞങ്ങൾ ഒരു ദിവസം കാണും. ഒന്നുകിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കണ്ടിട്ട് അന്നത്തെ ദിവസം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് അറിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വന്ന് ഞങ്ങളോട് സഹകരിക്കുക. എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മീൻ വാങ്ങാനുള്ള ജനങ്ങളൊക്കെ എല്ലാവരും സംഘടിച്ച് വന്ന് മീൻ വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഇതിൽ മീൻ ആവശ്യക്കാർക്ക് ഞങ്ങൾ അപ്പളേ പിടിച്ചു കൊടുക്കും. ഇവിടെ വന്ന് വാങ്ങിക്കണം. ഞങ്ങൾ ഇപ്പോഴത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അന്നത്തെ ദിവസം പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ ഞങ്ങൾ മീൻ പിടിക്കലും ഇതൊക്കെ കൂടി നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് അന്നത്തെ ദിവസം ഇവിടെ തന്നെ കൊടുക്കും. ബാക്കി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ആലോചിച്ച് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ നീക്കുള്ളൂ. ഇതിൽ ഞങ്ങൾക്ക് മറ്റേ പ്രൊമോട്ടർമാർ 2 ആൾക്കാരുണ്ട്. ഒരു ഷെയ്ൻ ഷാ എന്നിട്ടും ഒരു മൺസൂർ എന്നിട്ടും. അവരാണ് ഞങ്ങളതിൽ ഏറ്റവും കൂടുതൽ ഇത് സഹായിച്ചിട്ടുള്ളത്. ഫിഷറീസിൻ്റെ പ്രൊമോട്ടർമാരുണ്ട്. ഇതിൽ ഫിഷറീസിൽ നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് അവർ 2 ആൾക്കാരാണ്. ഒന്ന് ഷെയ്ൻ ഷാ എന്ന് പറഞ്ഞാലും, ഒന്ന് മൺസൂർ എന്ന് പറഞ്ഞാലും. പിന്നെ അവിടുത്തെ
മംഗലത്തിൻ്റെ ഫിഷറീസിൻ്റെ ഓഫീസറുണ്ട് ഷിജി മാഡം. അവർ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഇതിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്കിത് കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പങ്കുകൂടെ വഹിച്ചിട്ടുണ്ട്. മെമ്പറുടെ അടുത്തുനിന്ന് ഞങ്ങൾ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇത് കാവൽ നിന്നിട്ടാണ് ഞങ്ങളിത് സംരക്ഷിച്ച് പോരുന്നത്. അതായത് നീർനായ്ക്കളെ ശല്യങ്ങൾ ഇവിടെ നല്ലുണ്ട്. നീർനായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗത്തുനിന്നും കൂടി നീർനായ്ക്കൾ വന്ന് രാത്രിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ദിവസം 4 ആൾക്കാർ രാത്രി 10 മണി മുതൽ പുലർച്ചെ 5:30 വരെ കാവൽ നിന്നിട്ടാണ് ഞങ്ങളിത് സംരക്ഷിച്ച് പോരുന്നത്. ഇഷ്ടമുള്ള മീനാണ്. കാരണം വെച്ചാൽ ഈ സ്വാഭാവികമായ പുഴയിൽ ഉണ്ടാകുന്ന മീനല്ലേ, ഞങ്ങൾ കൂടുതൽ ഇടപെടലുകളും നടത്താതെ തന്നെ ഉള്ള മീനുകളായതുകൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റുള്ള പല മീനുകളും ഞങ്ങൾക്ക് ഇതിലുണ്ട്. അതൊക്കെയും അതിൻ്റെ അനുസരിച്ചിട്ട് ഒരു റേറ്റ് തീരുമാനിച്ച് കൊടുക്കും. ജനങ്ങൾക്ക് കൊടുക്കുക, ജനങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആവശ്യത്തിനും കൊടുക്കും. പുറമെ ആൾക്കാർ ഡിമാൻഡിനനുസരിച്ചിട്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും റെഡി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊരു വ്യത്യാസങ്ങളും റേറ്റിൽ കിട്ടും എന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മെമ്പർമാരുണ്ടല്ലോ, 45 ആൾക്കാരുണ്ടല്ലോ. 45ഓളം ആളുകൾ ചേർന്ന് 7 ഏക്കറോളം സ്ഥലത്താണ് ഈ മത്സ്യകൃഷി നടത്തുന്നത്. ഈ കൃഷി കൊണ്ട് നാട്ടിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് സംഘാടകർ പറഞ്ഞു. വിളവെടുപ്പിനായി ഏകദേശം 4000ഓളം കിലോ മീനുകൾ ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഈ മത്സ്യകൃഷി വിജയിക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹായം വേണമെന്നും എല്ലാവരും മീൻ വാങ്ങിച്ചുകൊണ്ട് സഹായിക്കണമെന്നും സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് MGM മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് MGM ഹൈപ്പർ മാർക്കറ്റ്. ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം. വിലക്കുറവ് ജനമറിഞ്ഞത് MGM മോളിലൂടെ. MGM ഹൈപ്പർ മാർക്കറ്റ് മംഗലം.